ഒരിക്കൽ ഒരു അറബിയായ ഒരു ഗ്രാമീണനായ അറബി അയാളോട് ചില ആളുകൾ ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക്, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്? അല്ലാഹു ഉണ്ട് എന്ന് നിനക്കെന്താ തെളിവ്? അയാൾ ഗ്രാമീണനായ അറബിയാണ്, ഒട്ടകങ്ങളോടൊപ്പം ജീവിക്കുന്നയാളാണ്. അയാൾ പറഞ്ഞു, അൽ ബഅറതു തദുല്ലു അലൽ ബഈർ, മരുഭൂമിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഒട്ടകത്തിന്റെ കാഷ്ടം വീണ് കിടക്കുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാകും അവിടെ കൂടെ ഒട്ടകം പോയിട്ടുണ്ട്. വെറുതെ ഒരു ഒട്ടക കാഷ്ടം അവിടെ വീണ് കിടക്കില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ വആസാറു സൈരി തദുല്ലു അല അൽ മസീർ, കാൽപ്പാടുകൾ കണ്ടാൽ ആ കാൽപ്പാടുകളിലൂടെ ചില ആളുകൾ നടന്നുപോയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. فسماء ذات أبراج وأرض ذات فجاج وبحار ذات أمواج ألا تدل على الخبير اللطيف. അങ്ങനെയാണ് എങ്കിൽ അനേകം വഴികൾ കൂട്ടുപിടഞ്ഞു കിടക്കുന്ന ഈ ഭൂമി, അതിൽ അവസാനിക്കാതെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം, ആകാശത്തിൽ അനേകം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അവയുടെ മണ്ഡലങ്ങൾ, ഇവയെല്ലാം സൂക്ഷ്മജ്ഞാനിയായ അങ്ങേറ്റം അറിവുള്ളവനായ സർവ്വതും അറിയുന്ന ഒരു റബ്ബ് അവനെ കുറിച്ച് അറിയിക്കുന്നില്ലേ? സാധാരണ ബുദ്ധിയാണ്. ഒരു ഗ്രാമീണ അറബി അയാൾ പറഞ്ഞ തെളിവാണ്. അൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലായത്? അതല്ലെങ്കിൽ താങ്കൾ അതിന്റെ തെളിവായി പറയുന്ന കാര്യങ്ങളിൽ ഒന്നെന്താണ്? അദ്ദേഹം പറഞ്ഞു, വറഖത്തു തൂത്ത്, അവിടെ പ്രചാരത്തിലുള്ള ഒരു ചെടിയുടെ ഇലയാണത്. തഅമുഹാ വാഹിദ്, അതിന്റെ രുചി ഒന്നാണ്. വലൗനുഹാ വാഹിദ്, അതിന്റെ നിറം ഒന്നാണ്. വറീഹുഹാ വാഹിദ്, അതിന്റെ മണം ഒന്നാണ്. രുചിയും നിറവും മണവുമൊക്കെ ഒന്നാണ്. തഅകുലുഹാ ദൂദത്തുൽ ഖസ് യഖ്റുജു മിൻഹാൽ ഹരീർ, പട്ടുനൂൽ പുഴു ആ ഇല ഭക്ഷിച്ചാൽ അതിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് പട്ടുനൂലാണ്. വഹീന തഅകുലുഹാ അൻ-നഹൽ യഖ്റുജു മിൻഹാൽ അസൽ, തേനീച്ച അത് ഭക്ഷിച്ചാൽ അതിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് തേനാണ്. വഹീന തഅകുലുഹാ അശ്ശാ യൻമു ഫീഹാ അൽ-ലഹ്മു വയസ്ദാദു ഫീഹാ അൽ-ലബൻ, ആട് അത് ഭക്ഷിച്ചാൽ അതിന്റെ ശരീരത്തിലെ മാംസമാണ് വർദ്ധിക്കുന്നത്, അതിന്റെ അകിടിലെ പാലാണ് വർദ്ധിക്കുന്നത്. വഹീന തഅകുലുഹാ അദ്ദിബാ തുഗദ്ദീഹാ വയൻഅഖിദു ഫീ നവാഫിജിഹാ അൽ-മിസ്ക്, കസ്തൂരിമാൻ അത് ഭക്ഷിച്ചാൽ അതിന്റെ വയറ്റിൽ ഉണ്ടാകുന്നത് കസ്തൂരിയാണ്. فمن الذي جعل هذه الأشياء متعددة الإفرازات مختلفة النتائج مع أن الغذاء واحد؟ ഇവയെല്ലാം കഴിക്കുന്ന ഭക്ഷണം ഒന്നാണ്, ഒരേ ഇലയാണ്. പക്ഷേ അത് വയറ്റിലേക്ക് എത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ ഈ രൂപത്തിൽ വ്യത്യസ്തമാക്കിയതാരാണ്? അല്ലാഹുവാണ്. മനുഷ്യന് സാധിക്കും ഒരേ സാധനം തന്നെ ഒരു സ്ഥലത്തിലുള്ളിലേക്കിട പുറത്തു വരുന്നത് തീർത്തും വ്യത്യസ്തമായ സാധനങ്ങൾ. കസ്തൂരി അതിന്റെ മണം വ്യത്യസ്തമാണ്, പാല് അതിന്റെ രുചി വ്യത്യസ്തമാണ്, തേന് അതിന്റെ രുചി വ്യത്യസ്തമാണ്, പട്ടുനൂൽ അതിന്റെ സ്വഭാവങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഒരേ വ്യത്യസ്ത ജീവികൾ ഒരേ വസ്തു കഴിക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. മനുഷ്യൻ എത്ര കാലം പണിയെടുത്താലാണ് ഇതിന് സമാനമായ ഏതെങ്കിലും രണ്ട് കാര്യം ഉണ്ടാക്കാൻ സാധിക്കുക? സുബ്ഹാനല്ലാഹ്, ഈ കാണുന്ന പ്രപഞ്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതാണ് എന്നതിനുള്ള തെളിവുകളിൽപ്പെട്ടതാണത്. അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് സമാനമായ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ പുറം ഭാഗം അത് ഉറച്ച വെള്ളി കൊണ്ടാണ്, ശക്തിയുള്ള ഉറച്ച പൊട്ടിപ്പോകാത്ത വെള്ളി കൊണ്ടാണ് അതിന്റെ പുറംതോടുള്ളത്. അതിന്റെ ഉൾഭാഗമാകട്ടെ അവിടെയുള്ളത് ഉരുക്കിയ സ്വർണമാണ്.
ആ പുറന്തോടിന്, വെള്ളി കൊണ്ടുള്ള പുറന്തോടിന് ഒരു വാതിലില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അതാ ആ ഗുഹക്കുള്ളിൽ നിന്ന് കേൾവിയും കാഴ്ചയുമുള്ള ഒരു ജീവി പുറത്തിറങ്ങി വരുന്നു. എങ്ങനെയുണ്ട് കേൾക്കുമ്പോൾ? ഇതൊരു അത്ഭുത കഥയാണ്. കോഴിമുട്ടയാണത്. കോഴിമുട്ടയുടെ പുറന്തോട് വളരെ ഉറപ്പുള്ളതാണ്. അതിന്റെ ഉൾഭാഗം സ്വർണത്തിന്റെ നിറമുള്ള വസ്തുവാണ്, ഒലിച്ചിറങ്ങുന്ന വസ്തുവാണ്. കുറച്ചു ദിവസം അതിനു മുകളിൽ കോഴി അടയിരുന്നാൽ അതിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? കേൾവിയും കാഴ്ചയുമുള്ള ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞാൻ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, മനുഷ്യന് സാധിക്കുമോ? ആരാണ് അതിനുള്ളിലേക്ക് അതിനെ പ്രവേശിപ്പിച്ചത്? ആരാണ് അതിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നോക്കൂ, ഈ പറഞ്ഞ ഫലം പറഞ്ഞിട്ടില്ല എങ്കിൽ, അതൊരു കോഴിമുട്ടയാണ് എന്ന് പറയാതെയാണ് നിങ്ങളിത് കേൾക്കുന്നത് എങ്കിൽ ആളുകൾ പറയും എന്തോ ഒരു അത്ഭുത കഥയാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ പടച്ചത്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിലേക്കും ശ്രദ്ധയോടുകൂടി നോക്കിയാൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്, ഒരു ഖാലിഖായ ഒരു അല്ലാഹു ഉണ്ട്, റബ്ബുണ്ട് എന്ന കാര്യം അവന് സംശയമില്ലാതെ ബോധ്യപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ. അല്ലാഹുവിന്റെ ചോദ്യമാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ. അവർ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായതാണോ? അത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. ഒരു ചെറിയ വസ്തു പോലും വെറുതെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുകയില്ല. അവസാനം നിരീശ്വരവാദികൾ ഈ ചോദ്യത്തിന് വെറുതെ ഒരു ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്നത് അവനറിയാം. മിസ്റിൽ ഉണ്ടായിരുന്ന, ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു നിരീശ്വരവാദി അവസാനം അയാൾ പറഞ്ഞു വെറുതെ ഉണ്ടായാലും ഒരു സാധനം ഉണ്ടാവും. അയാൾ അതിന് ഉത്തരമായി പറഞ്ഞത് വെറുതെ ഉണ്ടായാലും ഒരു സാധനം ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ശൂന്യതയിൽ നിൽക്കാൻ, എന്നാലും ഒരു വസ്തു ഉണ്ടാവും, അത് ഉണ്ടാക്കേണ്ട ഒരാൾ ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് അത് പറയാൻ സാധിക്കുക? അവൻ പണ്ട് മുസ്ലിം ആയിരുന്നു, പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ചു പോയതാണ്. എന്നിട്ട് അവൻ പറഞ്ഞു വിശുദ്ധ ഖുർആൻ, ചില ആളുകൾ ചോദിച്ചു, ഒരാൾ കുറച്ച് അക്ഷരങ്ങൾ ഒരു പെട്ടിയുടെ ഉള്ളിലാക്കി അതിങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നാൽ അതിൽ നിന്ന് ഒരിക്കലും ഒരു കവിതയോ ഒരു ലേഖനമോ ഒരു പുസ്തകമോ ഉണ്ടാവുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ മുഴുവൻ എടുത്ത് ഒരു പെട്ടിക്കുള്ളിലാക്കി അതിങ്ങനെ മില്യൺ കണക്കിന് തവണ കുലുക്കിയാൽ അതിലേതെങ്കിലും ഒരു തവണ ഖുർആൻ ഉണ്ടാകും. ഈ വലിയ ബുദ്ധി പറഞ്ഞ മനുഷ്യൻ അവസാനം അയാൾ ജീവിതം എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് കപ്പലിൽ നിന്ന് ചാടി അവസാനം ആത്മഹത്യ ചെയ്തിട്ടാണ് നശിച്ചുപോയത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, കേവല ബുദ്ധിയാണിത്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ. വെറുതെ അങ്ങ് അവരുണ്ടായതാണോ? ഈ കാണുന്ന കണ്ണും മൂക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇതങ്ങ് വെറുതെ പടക്കപ്പെട്ടതാണോ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അതല്ല, അവർ തന്നെയാണോ അവരെ പടച്ചിരിക്കുന്നത്? അവർ സ്വയം സൃഷ്ടിച്ചതാണോ? അം ഖലഖുസ് സമാവാതി വൽ അർദ. അതല്ല, അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബൽ ലാ യൂഖിനൂൻ. എന്നാൽ അവർ ദൃഢവിശ്വാസമില്ലാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, ഖുതിലൽ ഇൻസാൻ മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖഹ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഖുതിലൽ ഇൻസാൻ, അല്ലാഹുവിനെ നിഷേധിക്കുന്ന മനുഷ്യൻ അവൻ നാശമടയട്ടെ, അവൻ നശിക്കട്ടെ. മാ അക്ഫറ, അവൻ എത്ര വലിയ നിഷേധിയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖഹ, എന്തിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖഹ, ഒരു ചെറിയ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു ബീജകണികയിൽ നിന്നാണ് അല്ലാഹു അവനെ പടച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് അവൻ ഈ രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ടാണ് അവൻ ഇത്ര വലിയ നിഷേധിയായി മാറിയത്. അവന്റെ തുടക്കം കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു ബീജകണികയിൽ നിന്നാണ്. അതിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവനെ രൂപപ്പെടുത്തിയത്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള ഏറ്റവും ശക്തമായ തെളിവ് മനുഷ്യന്റെ ബുദ്ധിയാണ്. ഒന്നാമത്തെ തെളിവ് അതാണ്. രണ്ടാമത്തെ